സൂര്യാംശോരു വയൽ പൂവിലും വൈരം പതിക്കുന്നുവോ? സൂര്യാംശോരു വയൽ പൂവിലും വൈരം പതിക്കുന്നുവോ? സീമന്ത കുങ്കുമ ശ്രീയണിഞ്ഞു ചെമ്പകം പൂക്കുന്നുവോ? മണ്ണിന്റെ പ്രാർത്ഥനാലാവണ്യമായി വിണ്ണിന്റെ ആശംസയായി, വിണ്ണിന്റെ ആശംസയായി. സൂര്യാംശോരു വയൽ പൂവിലും വൈരം പതിക്കുന്നു. ഈ കാട്ടിലഞ്ഞിക്ക് പൂവാടയും കൊണ്ടീ വഴി മാധവം വന്നു. പാൽക്കതിർ പാടത്ത് പാറി കളിക്കും പൈങ്കിളിക്കുള്ളം കുളിർത്തു. മാമ്പൂമണക്കും വെയിലിൽ മോഹം മാണിക്യ കനികളായി, മാണിക്യ കനികളായി. സൂര്യാംശോരു വയൽ പൂവിലും വൈരം പതിക്കുന്നു. സീമന്ത കുങ്കുമ ശ്രീയണിഞ്ഞു ചെമ്പകം പൂക്കുന്നുവോ? മണ്ണിന്റെ പ്രാർത്ഥനാലാവണ്യമായി വിണ്ണിന്റെ ആശംസയായി, വിണ്ണിന്റെ ആശംസയായി. ആതിരാക്കാറ്റിന്റെ ചുണ്ടിൽ മൃദുസ്മിതം ശാലീനഭാവം രചിച്ചു. ഇന്നീ പകൽ പക്ഷി പാടുന്ന പാട്ടിൽ ഓരോ കിനാവും തളിർത്തു. സോപാനദീപം തെളിയുന്ന ദിക്കിൽ സൗഭാഗ്യതാരോദയം, സൗഭാഗ്യതാരോദയം. സൂര്യാംശോരു വയൽ പൂവിലും വൈരം പതിക്കുന്നു. സീമന്ത കുങ്കുമ ശ്രീയണിഞ്ഞു ചെമ്പകം പൂക്കുന്നുവോ? മണ്ണിന്റെ പ്രാർത്ഥനാലാവണ്യമായി വിണ്ണിന്റെ ആശംസയായി, വിണ്ണിന്റെ ആശംസയായി. സൂര്യാംശോരു വയൽ പൂവിലും വൈരം പതിക്കുന്നു. സൂപ്പർ ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ഇതൊക്കെ കണ്ടായിരുന്നോ? നീ എവിടെ നിന്നാ പാടിയെന്ന് നിനക്ക് മനസ്സിലായോ? ഇല്ല, ഞാൻ പാടിക്കൊണ്ടിരിക്കില്ലേ. അയ്യോ, അവൻ കണ്ടില്ല അവൻ എവിടെ നിന്നാ പാടി. കണ്ടില്ലേ? തിരിഞ്ഞു നോക്കിയില്ലേ? ഇല്ല. അയ്യോ അയ്യോ, ഒരടിപൊളി സ്ഥലത്തായിരുന്നു നീ. നിനക്ക് കാണണോ? കണ്ടാ കൊള്ളാം. സതീഷ് ഏട്ടാ അവനൊന്ന് കാണിച്ചു കൊടുക്കോ? എന്താ? ഓക്കെ, നമുക്ക് ചോദിക്കാം. എം ജി സർ. തേജസ്. യെസ് സർ. വേറൊരു തേജസ് ഉണ്ടായിരുന്നു, ഞാൻ വിളിച്ചോണ്ടിരുന്നത് തേക്കുട്ടാന്ന്. അറിയാമല്ലോ. അപ്പൊ ആ പേര് തന്നെ വിളിക്കുന്നു തേക്കുട്ട. അസലായിട്ട് പാടി. ഒരു സ്ഥലം മാത്രമാണ് മാണിക്യ, ആ പോർഷൻ. അവിടെ ചെറിയ സ്ലിപ്പ് വന്നു. മാമ്പൂ മണക്കും വെയിൽ, അതല്ലേ? അവിടെ ചെറിയ പോയതുപോലെ തോന്നിയോ? അതോ ഒന്ന് പാടി നോക്കി. മാമ്പൂ മണക്കും വെയിലിൽ മോഹം മാണിക്യ കനികളായി, മാണിക്യ കനികളായി. ഓക്കെ,
ഓക്കെ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോനെ പാടിയത് കേട്ടോ. നല്ല രസമുള്ള പാട്ട്. ഒന്നാമത്തെ കാര്യം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈൻസ് ജയകുമാർ സാറിൻ്റെ. പിന്നെ പറയണോ ജോൺ ചേട്ടൻ്റെ വൃത്തിയായിട്ടുള്ളൊരു പാട്ട്. കോറസും ഗംഭീരമായിരുന്നു. എനിക്ക് മോൻ പാടിയത് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ വെച്ച് നിർത്തുക. ഓക്കെ സർ. ബാക്കി അവരെ അങ്ങോട്ട് തുടങ്ങാൻ പോകും. ശേഷം ഇങ്ങോട്ടേക്ക്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഗുഡ്. താങ്ക് യു സർ. ഷാനിക്ക. തേജസ്, യെസ് സാർ. ഞാൻ ഇതിൽ എഴുതി വെച്ചത് എന്താണെന്നറിയാം? സ്മൈൽ പ്ലീസ്. ഇതാണ് ഞാൻ എഴുതി എന്റെ വെച്ചത്. ഷാനെ ആ. ഈ ചെക്കൻ്റെ അടുത്ത് ആ. ഞാൻ ഇവിടുന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചു. അവൻ എൻ്റെ അടുത്ത് സമ്മതിച്ചത് ചിരിക്കാന്ന്. ഉം. ഇപ്പൊ നിന്ന് ചിരിക്കുക പാടിക്കഴിഞ്ഞു. എല്ലാം പാടി കഴിഞ്ഞിട്ടും ചിരിക്കുന്നു. ഇടയിൽ ചിരിക്കുന്നുണ്ടോന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ തേജസ്, ഈ സോങ്സ് ഓഫ് ജോയ് എന്നാണ് ഇതിന്റെ പേര് തന്നെ. റൗണ്ടിന്റെ പേര് തന്നെ സോങ്സ് ഓഫ് ജോയ് എന്നാണ്. ജോയ് എന്ന് പറയുന്നത് എന്താ? സന്തോഷം. ആണല്ലോ. അതെ. ആ, അപ്പം എനിക്ക് ഒരു ജോയും ഫീൽ ചെയ്തില്ല. പാട്ട് ടെക്നിക്കലി അടിപൊളിയായിരുന്നു, ഒരു രക്ഷയിലായിരുന്നു. പാടിയതൊക്കെ ഗംഭീരമായിരുന്നു. പക്ഷെ ആ പാട്ടിന്റെ ഒരു സോൾ ഉണ്ടല്ലോ, പാട്ടിന്റെ ഒരു ക്യാരക്ടർ, ഞാനത് നോ ജോയ്, വെരി സാഡ്. നോ ജോയ്. റൗണ്ട് മാറിപ്പോയെന്ന് എഴുതി വെച്ചു. നോ ജോയ്. ജോയ് റൗണ്ടിൽ പാത്തോസ് പാടിയതുപോലെ ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ തേജസ്. തേജസ് അടിപൊളി സിംഗറാണ്, ഒരു രക്ഷയില്ല. നല്ല രസമുണ്ട്. ആ പ്ലാൻസും സംഗതികളൊക്കെ പാടിയതൊക്കെ ഭയങ്കര രസമുണ്ട്. പക്ഷെ ആ ഒരു സ്മൈല് കൂടി വേണമായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു ബ്രൈറ്റ്നെസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സോങ് ആണിത്. ആ ഒരു ഓപ്പൺനെസ്. ഇപ്പം ജോൺസേട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ പോലെ തന്നെ ഈ മണ്ണിൻ്റെ മണമുള്ളതെന്ന് നമ്മളില്ലെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ഈ വയലും പരിപാടികളൊക്കെ കാണാൻ പറ്റും ആ ലിറിക്കിലൂടെ. അപ്പം അതിൻ്റെ കൂടെ ആ സ്മൈലും കൂടി വേണം, ആ ഒരു സന്തോഷം വേണം. സോങ്സ് ഓഫ് ജോയിൽ ജോയ് വേണം, അതാണ് ആദ്യം വേണ്ടത്. ഇനി പാത്തോസിൽ വന്നെങ്ങാനും നീ ജോയ് അത് കാണിച്ചു. പാത്തോസിൽ വന്നിട്ട് നീ ഇടിച്ച് വെള്ളം പാടി കഴിഞ്ഞാൽ നിന്റെ ഉള്ള എല്ലാ മാർക്കും ഞാൻ കുറയ്ക്കും. പിന്നെ കോറസ് അടിപൊളിയായിരുന്നു കേട്ടോ, ഉഗ്രം കോറസായിരുന്നു. ഫസ്റ്റ് ആ ഒരു ഹമ്മിങ്ങിൽ ആ ഒരു ഹാർമണൈസിങ് ഒക്കെ കലക്കി, ഫ്ലോലെസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. മൂന്നുപേരും അടിപൊളിയായിരുന്നു. സൂപ്പർ. പിന്നെ ഇതാണ് തേജസ്, നമുക്ക് ആ പാട്ട് കണക്ട് ആവണമെങ്കിൽ ആ ചിരിയും കൂടെ വേണമായിരുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ശരത് സർ. എന്താ പാറു? സാർ ഇത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞു തന്നിട്ട് പോലും നീ എന്താടാ അത് ചെയ്യാതിരുന്നത്? ഒരു അനുസരണയില്ല അവന്. എന്തൊക്കെ ഒരു അനുസരണയില്ല. ഞാൻ അതേ പറയത്തില്ല. ഞാൻ ആ പാടുന്നതിനെല്ലാം അവൻ്റെ അടുത്ത് ചോദിക്കും. ഞാൻ കള്ളവാ പറയുന്നത് അവൻ്റെ അടുത്ത് ചോദിക്കും. പറഞ്ഞില്ലേ സാർ എങ്ങനെയൊക്കെ കാണിച്ചെന്ന് നിനക്ക് അവിടെ നിന്ന്? അത് കണ്ടിട്ട് അവന് ചിരി വരികയാണ്. ബുദ്ധിമുട്ടുള്ള നോട്ടെല്ലാം ഞാൻ അത് കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചിരി ഒന്നും വരും. മനസ്സിലായി. സത്യം പറയട്ടെ, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സോങ് ആണ്. അതെ. അപ്പോഴും സൂര്യ പിന്നെ അണ്ണാച്ചി മറ്റേ അതുപോലായി പോകും. സാർ എന്തൊക്കെ എക്സ്പ്രഷൻസാ നിനക്ക് അവിടെ നിന്ന് കാണിച്ചെന്ന്? അല്ല, ചിരിക്കണം എന്ന് ആ പറഞ്ഞു. മോൻ ചിരിച്ചോണ്ടെന്ന് പാടിക്കാൻ നോക്കട്ടെ. ഒന്ന് സന്തോഷത്തോടെ 2 ലൈനിടാ. സൂര്യാംശോരോ വയൽ പൂവിലും വൈരം പതിക്കുന്നു എടാ ചിരിക്ക് ചക്ക. സീമന്ത നിന്റെ ചിരി ഞങ്ങൾ കണ്ണടച്ചാലും ഫീൽ ചെയ്യണം. അതേ ഉള്ളൂ, അതാണ് പ്രധാനമായിട്ട്. സീമന്ത കുങ്കുമ ശ്രീയണിഞ്ഞു ചെമ്പകം പൂക്കുന്നു മണ്ണിന്റെ പ്രാർത്ഥനാലാവണ്യമായി വിണ്ണിന്റെ ആശംസയായി. അതെല്ലാം ബ്യൂട്ടിഫുൾ ആടാ. അതിന്റെ ക്ലിനിക്കലി വണ്ടർഫുൾ. വേറൊന്നുമില്ല. ചിരിക്കുന്നില്ല, ചിരിയില്ലാണ്ടെന്നോ ചിരിക്കും ടെൻഷനായി. അല്ലെങ്കിൽ ഒരു വരി പാടി കഴിഞ്ഞിട്ട് ചിരിക്കുക. ആ കഴിയുമ്പോ ഗ്യാപ്പ് വരുമ്പോ സ്ഥലത്ത് പിന്നെ ചിരിക്കുക. ചിരിക്കുക. എന്തോന്നാടാ ദൈവമേ, അത് മതിടാ. അവൻ പിന്നെ ചിരിക്കും. ഞാൻ ഒരു തമാശ പറഞ്ഞു തരട്ടെ. ചിരിക്കൂ? ശരി ശരി, എന്നാ വേണ്ട. മോനെ ചക്കര, എനിക്ക് ഒരു ആകെ ഉള്ള ഒരു ഡൗട്ട്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചരണത്തിന്റെ ആ 2 ലൈൻ ഒന്ന് പാടിക്കുക. ഒരു ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻ നിനക്കുണ്ടായിരുന്നു, അത് പറഞ്ഞ് നമുക്ക് തീർക്കാം. ആതിരാ കാറ്റിന്റെ ചുണ്ടിൽ മൃദുസ്മിതം ശാലീന ഭാവം രചിച്ചു. മോനെ ആദ്യത്തെ പാടിക്കുക. ഈ കാട്ടിൽ ഈ കാട്ടിലഞ്ഞിക്കു പൂവാടയും കൊണ്ടി വഴി മാധവം വന്നു. അത് കുറേയും കൂടെ ലൈറ്റ് ആക്കുക. അതിന് കുറേ ഭയങ്കര കർണാടക സ്വഭാവം. നീന നീന അത് വേണ്ട. നീന നീന മതി, അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. പക്ഷെ നീ ഉഗ്രമായിട്ട് പാടിയടാ, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റും. ചിരിച്ചില്ലെങ്കിലും മനോഹരമായിട്ട് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് പാടി. നീ പിന്നെ എന്ത് ചെയ്യാനാ? അത്രേ ഉള്ളൂ, കഴിഞ്ഞു. താങ്ക് യു സർ. ചേച്ചി തേജസ്സേ,
നന്നായി പാടി. ഈ ഒരു പാട്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സോങ്സ് ഓഫ് ജോയ് റൗണ്ട് സാധാരണ എല്ലാവരും കുറച്ചുകൂടി ഒരു പവർ ഉള്ള ഒരു സോങ് എടുത്ത് കൊണ്ടുവരാറാണ് പതിവ്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇതൊരു മെലഡി പോലെ ഇങ്ങനെ പോകുന്നു. പക്ഷെ നന്നായി പാടിട്ടോ, ബ്യൂട്ടിഫുൾ ആയിരുന്നു കേൾക്കാൻ. ആൾ നല്ല സുന്ദരനായി വന്ന് സുന്ദരമായിട്ട് പാടി. ഓ, ഇഷ്ടപ്പെട്ടു എനിക്ക്. അതുപോലെ മോനെ ആ ചരണം പാടുമ്പോൾ ആ ഫസ്റ്റ് ലൈൻ മാത്രം പെട്ടെന്നൊരു ടെമ്പോ ഒന്ന് കൂടിപ്പോയ പോലെ, അതൊരു വെപ്രാളത്തിൽ വന്നതുപോലെ ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു വരി സോപാന ദീപം, അത് മാത്രം ഒന്ന് പാടും. സോപാനദീപം തെളിയുന്ന ദിക്കിൽ സൗഭാഗ്യ താരോദയം. അസലായിരുന്നു ഈ വാരി. അതാ ഞാൻ പറയാൻ വന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ആ പാട്ടിനകത്ത് അത് ആ മ്യൂസിക്കിന്റെ കൂടെ മോന്റെ വോയിസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്റെ മൈൻഡില് തേജസിന്റെ ബെസ്റ്റ് സോങ് സാഹിബയാണ്. ഇവിടെ വന്ന് പെട്ടി തുറന്ന് മിഠായി എടുത്ത ആ പാട്ട് എന്ന് പറയുന്നത് സാഹിബയാണ്. സാഹിബ ഇന്നീത് ലോലഗാനം പാടി മഞ്ചരി പെട്ടിയിൽ എന്താണെന്ന് അറിയാൻ പോവാണ്. സാഗരം മൂകമായി വാർന്നുവോ പിന്നിലാ ചന്ദനം. ഞാൻ ഏത് പാട്ട് കേൾക്കുമ്പോഴും അത് ആ റേഞ്ചിലേക്ക് എത്തണം, അതാണ് എൻ്റെ ആഗ്രഹം തേജസിന്റെ. അപ്പോൾ തേജസ് ഇന്ന് കൊണ്ടുവന്ന പാട്ട് നന്നായിട്ട് തന്നെ പാടി. ഈ പറഞ്ഞ ആ ഒരു ചെറിയ സന്തോഷം ആ പാട്ടിനകത്ത് കുറച്ചുകൂടെ കൊണ്ടുവരാമായിരുന്നു. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ ഇതില്, അല്ലാതെ സൂപ്പർ. അയ്യോ ചേച്ചി പെട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാ, പെട്ടിയുടെ കാര്യം മറന്നുപോയോ നിങ്ങളൊക്കെ? ആ, നിങ്ങൾക്കൊന്നും പെട്ടി തുറപ്പിക്കണ്ട. മിഠായിയൊക്കെ പഴയതായിരുന്നു, അതുകൊണ്ട് അവർക്ക് തുറക്കണ്ടെന്നാ പ്രാർത്ഥന. ഷാനിക്കയുടെ പെട്ടി തുറന്നിട്ടേ ഇല്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് എടുത്ത് ഞാൻ തന്നെ പൈസ എടുക്കുന്നുണ്ട്. ചെറിയ ഒരു അവസരങ്ങളൊക്കെ ഞാൻ കൊടുത്തു. അല്ല, ഈ പെട്ടിയില് ശരത് സാറിന്റെ പെട്ടിയിൽ ഇപ്പൊ പൈസ ഇല്ല. സാറ് വീട്ടിൽ കൊണ്ടുപോവാ. പെട്ടിയുടെ കാര്യം മറക്കരുത് കേട്ടാ. ഓക്കെ, ഇനി എന്താ മാർക്ക് ചേച്ചി? തേജസ് പാടിയ ആ ഒരു വരിക്ക് വേണ്ടി പ്രത്യേകിച്ച് 8.9. പറഞ്ഞ പോലെ അതേതാ ശരത് സർ 9 മാർക്സ്. താങ്ക് യു സർ. ഷാനിക്ക? നല്ല മാർക്കായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ചിരിക്കാത്തോണ്ട് ഞാൻ ഒരു പൊടിക്ക് കുറച്ചിട്ടുണ്ട്. മക്കളെ നീ നന്നായിട്ട് പാടി. 9.2. തേജസ്, so total 27.1. Good boy. Okay da.